ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ വരുന്ന പ്രമുഖയായിട്ടുള്ള ശ്രീമതി റാബിയയുടെ ഷോപ്പിന്റെ ഒരു ഔപചാരികമായിട്ടുള്ള തുടക്കമാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം റാബിയ ഈ രംഗത്ത് പലതരത്തിലുള്ള വാല്യൂ അഡീഷൻ, ഉൽപ്പന്ന വൈവിധ്യവും അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പലതരത്തിൽ സംസ്കരിച്ചിട്ട് ഉൽപ്പന്നങ്ങളാക്കി പാക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭം കുറേ വർഷങ്ങളായി ചെയ്തവരാണ്. അപ്പം ഷോപ്പ് കുറേയധികം അതിന് ധനസഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാനായിട്ടുള്ള ഔട്ട്ലെറ്റ്. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനകത്ത് കീടനാശിനികൾ അതേപോലെ തന്നെ അമിതമായ രീതിയിൽ രാസവളങ്ങളൊന്നും ചേർക്കാത്ത നമ്മളിപ്പോൾ പറയുന്ന വിഷരഹിതമായ ഉൽപ്പന്നങ്ങളാണ്. അപ്പം അതിന് ഫുഡ് ഇൻസ്പെക്ടറുടെ അവരുടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, FSSAI ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, കൃഷി വകുപ്പിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തികച്ചും എന്താ പറയുക, പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഞാൻ ശ്രീമതി റാബിയയുടെ അടുത്ത് നിന്ന് ഈന്ത് പൊടിച്ച പൊടി വാങ്ങാറുണ്ട്. ഞാനത് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഉൽപ്പന്നങ്ങൾ തനതായ നാടൻ ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ വിപരീതമായ ഉൽപ്പന്നങ്ങൾ, നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ജൈവ വിഭവങ്ങൾ, ഭക്ഷ്യ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൊണ്ട് കാണാം. ഇതിൻ്റെ ഉദ്ഘാടനം ഇവർ ഒരു സ്പെഷ്യലായിട്ട് അവർ ഇന്ന് ഇവിടെ നിർമ്മിച്ച ഒരു വാഴപ്പൂവിൻ്റെ പായസം അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വാഴക്കൂമ്പ്, അതേപോലെ വാഴപ്പിണ്ടി, വാഴയുടെ സകല സാധനങ്ങളും നമുക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ഈ വാഴക്കൂമ്പ് അരിഞ്ഞിട്ട് അതിലേക്ക് തേനും അതോടൊപ്പം തന്നെ നെയ്യൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പായസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ തികച്ചും നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ വാഴ കൂമ്പുകളിൽ അത് തീർച്ചയായിട്ടും അതിനെ ഉൽപ്പന്നമാക്കി മാറ്റി പായസമാക്കി മാറ്റി ഒരു വൈവിധ്യമാർന്ന ഒരു പായസം നമ്മുടെ ഭക്ഷ്യമേളയിലൊക്കെ വെക്കാനും അതോടൊപ്പം തന്നെ കൗതുകത്തിന് പലർക്കും കഴിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു നല്ല വിഭവം അതേ റാബിയപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കൂടി ഇവിടെ വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കൃഷി വകുപ്പ് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തനതായ ബ്രാൻഡ് നൽകിയിട്ട്, കേരള അഗ്രോ എന്നുള്ള ബ്രാൻഡ് നൽകിയിട്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ കേവലം നമ്മുടെ വൈലത്തൂര്, ഒഴിയൂര് എന്നിടത്ത് മാത്രം എത്താതെ അത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കേരള അഗ്രോ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ കൂടെ ഇവർക്ക് നമ്മൾ ബ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പൊതുജനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് സന്തോഷിക്കാം. നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, ഇവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാവില്ല. അതിനകത്ത് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചത് കാരണത്താൽ തീർച്ചയായിട്ടും നമുക്കത് എല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ശ്രീമതി റാബിയ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. റാബിയയുടെ കൃഷി പറയുകയാണെങ്കിൽ കൃഷിയും ഇതുപോലെ തന്നെ അന്യം നിന്ന് പോകുന്ന വിത്തുകൾ, നമ്മുടെ നാട്ടിലെ നാടൻ നെൽവിത്തുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. രക്തശാലി കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 1/2 ഏക്കർ സ്ഥലത്ത് രക്തശാലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവർ തന്നെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വിൽപ്പന നടത്താനായിട്ടുള്ള ഒരു സംവിധാനം കൂടെ ഈ രീതിയിൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. ഈ സംരംഭം ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.